വീട്ടിൽ വന്നപ്പം കല്യാണത്തിൻ്റെ അന്ന് തന്നെ വൈകുന്നേരം ഭയങ്കര വീട്ടില് ഭയങ്കര ദേഷ്യവും പ്രശ്നങ്ങളൊക്കെ ആയി അയാള് അപ്പത്തേക്ക് എടുത്ത് ചേട്ടൻ്റെ നേരെയൊക്കെ നിന്ന്. എന്താ കാര്യം കുടിച്ചോണ്ട് വന്നേനോ? കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ചേട്ടൻ്റെ മുമ്പ് പറഞ്ഞില്ലേ എന്തിനാണ് പിന്നെ ചേട്ടൻ ഇതിനിങ്ങനെ എന്നെ കെട്ടണം എന്ന് പറഞ്ഞു. രതീഷിനെ തുടക്കം മുതലേ ഇവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർക്ക് അവർ പറഞ്ഞല്ലോ, അവർക്ക് കടയിൽ വന്ന പല ആൾക്കാരിൽ ഒരാളാണ്. അയാൾ തന്നെ പോയി ചോദിച്ചു, നിർബന്ധിച്ചു, കല്യാണം കഴിച്ചു. വന്നപ്പം വിട്ടുകത്തി എടുത്ത് നിന്നു. അങ്ങനെ പിന്നെ പ്രശ്നങ്ങളായി. അവിടെ ഉള്ളവരൊക്കെ വന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞ് ഇതാണ് കാര്യമെന്ന്. കാരണം ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം. അങ്ങനെ ഇയാൾ പറഞ്ഞ് ഞാൻ രാവിലെ പോകുമെന്നും പറഞ്ഞ് നിന്ന്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞല്ലേ ഇവര് അമ്മയ്ക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് അപ്പം വയ്യായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോണത്. ജീവിച്ചോ? ഇല്ല അത് ഏക അറിയാവുന്നുള്ളൊരു സാക്ഷിയാണ് അത്. കാരണം ഞാൻ അമ്മയുടെ അടുത്ത് കിടക്കുന്നത് കാണുന്നൊരു സാക്ഷിയാണ്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ആ ഒരു ഇതിനെ സമ്മതിച്ചത്. ആ സമയത്താണ് നമ്മൾ തമ്മിൽ അടുത്തത്. മണ്ടിയും പറഞ്ഞു. അതിനുശേഷം അയാൾ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് കുറേ ദിവസം നിന്നിട്ട് വീട്ടിൽ ശരിയാവില്ല, ഇവിടെ നിൽക്കില്ല എന്നും പറഞ്ഞ് കുറേ ദിവസം വീട്ടിൽ നിന്നിട്ട് ഇയാൾ വീട്ടിൽ പോയി. അടുത്ത ദിവസം തന്നെ ഞാനും പോയി വിളിച്ചിട്ട് വന്നു. അപ്പൊ ചേട്ടൻ എന്ത് പറഞ്ഞു? ചേട്ടാ അപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കി. എന്റെ ഭാര്യനെ വിളിച്ചുകൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല, ചേട്ടൻ ഒരുപാട് അത് മദ്യവെച്ചുകൊണ്ടൊക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ശരിയാവില്ല, അത് ശരിയാ, നീ ഇപ്പൊ ഇറങ്ങിക്കോണം, വീട്ടിൽ ഇറങ്ങിക്കോണം എന്നൊക്കെ പറഞ്ഞു. പോയിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് പിന്നെ തിരിച്ച് അങ്ങോട്ടല്ല കൊണ്ടുപോയത്, വേറെ വീട് വാടകയ്ക്ക് എടുത്തായിരുന്നു. അവിടെയായിരുന്നു കുറെ നാള്, ഏതാണ്ട് ഒരു 6-7 മാസം അവിടെയായിരുന്നു. എന്നിട്ട് വീണ്ടും ഇയാളെ വീട്ടിൽ വന്ന് അവിടെയും കുറെ മാസം താമസിച്ചിട്ട് വീണ്ടും വേറെ വീട് വാടകയ്ക്ക് എടുത്തു. അങ്ങനെ 7 വീട് വാടകയ്ക്ക് എടുത്തായിരുന്നു, മാറി മാറി താമസിച്ചു. അപ്പോ ഈ പിന്നെ വിനോദിന്റെ അമ്മ എന്തായിരുന്നു അവരുടെ പ്രതികരണം? അല്ല, രതീഷ് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് കുട്ടിയെ ഉത്തരവാദിത്തമായിട്ട് നോക്കുന്നതിന് അതിന് താല്പര്യവും ഇല്ല. അപ്പൊ രണ്ടാമത് ഞാൻ ഇറങ്ങി പോയതിന്റെ തന്നെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നായിരുന്നു. അപ്പോഴന്നെ ഹാർട്ട്നസ് അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ട് അവിടെ ഒരു 10-15 ദിവസം അവിടെ കിടന്നു. അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി. അപ്പോഴെന്നെ ചേട്ടനും അടുത്തുണ്ടായിരുന്നു, അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. ചേട്ടൻ തന്നെ ഹോസ്പിറ്റലിൽ നിന്നത് നമ്മൾ നിന്നായിരുന്നു. പറഞ്ഞു അമ്മയ്ക്ക് വയ്യാതിരുന്നപ്പോ നിന്നു. അപ്പൊ പോലും അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം ഒന്നും കാണിച്ചില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ആ വീട്ടിൽ താമസിക്കാൻ രതീഷ് സമ്മതിക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ മാറിയത്. അയാൾക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അയാൾ ഭാര്യയായിട്ട് കൊണ്ടുവന്ന പെൺകുട്ടി വീട്ടിൽ അതിന്റെ പേര് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം? ഇല്ല, അങ്ങനെ വീട്ടില് ഇല്ല, പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇല്ല, അയാൾക്ക് മനസ്സിലായി, അയാളുടെ തെറ്റുകൾ അയാൾക്ക് മനസ്സിലായി. ഈ കുട്ടിക്ക് അയാളോട് താല്പര്യം ഇല്ല എന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചോളൂ, ഞാൻ ഒരു ശല്യത്തിന് വരൂല എന്നൊക്കെ പറഞ്ഞായിരുന്നു. ചേട്ടാ അവിടെ നിന്ന് പോയായിരുന്നു. ജോലിക്ക് ദൂര സ്ഥലത്തൊക്കെ പോയി. വീണ്ടും വന്നു പ്രശ്നത്തിന് പോയിട്ട് അവിടെ ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീണ്ടും ഇവിടെ വന്നേ ഉള്ളൂ. കാരണം സ്വന്തം വീടാണല്ലോ, വരാനുള്ള അവകാശമുണ്ട്. പക്ഷെ വന്ന് പറഞ്ഞ നമ്മളെ ഭാഗത്ത് നമ്മളെ ഒന്നും ഒന്നും ചെയ്തില്ല. അയാൾ ആ ഒരു റൂമിൽ കയറി, അയാൾ ആ റൂമിൽ നിന്ന് നമ്മളായിട്ട് ഒരു സംസാരവും ഒന്നും ബന്ധമില്ലായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ചേട്ടന് കല്യാണം വന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് മാറി. കാരണം അവിടെ നിൽക്കുന്ന ശരിയല്ലല്ലോ അപ്പോഴേ ആ സമയത്ത്, അതുകൊണ്ട് മാറിയതാണ്. മാറിയിട്ട് ചേട്ടന്റെ കല്യാണമൊക്കെ എൻ്റെ കൂടെ പറഞ്ഞില്ല, ഞാൻ പോയില്ല. ചെറിയൊരു ബുദ്ധിമുട്ടോ കാണുമല്ലോ. പോലെ അങ്ങനെ കുറെ നാള് വീണ്ടും ഒരു വീട് വാടകയ്ക്ക് എടുത്തായിരുന്നു. അങ്ങനെ അവിടെ തന്നെ ഇരുന്നു. അവിടെ നിന്ന് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് കുറെ നാള് ചേട്ടത്തിയായിട്ട് വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് ചേട്ടത്തീരെ വീട്ടിൽ തന്നെ അങ്ങോട്ട് വിതുര, പാലോട്. ഈ പിന്നെ ഈ വീട് വാടക എടുക്കുന്ന അഡ്വാൻസും കാര്യങ്ങളും കൊടുക്കണം, വാടക കൊടുക്കണം, അതൊക്കെ നമ്മൾ ജോലി തന്നെ കൊടുക്കുമായിരുന്നു. അതെ, അതല്ല അഡ്വാൻസ് ഇയാളെ അമ്മ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആദ്യം ഒരു 3-4 വീട് എടുക്കുന്നതിനൊക്കെ മുമ്പ് അഡ്വാൻസ് തരാനൊക്കെ ഇയാളെ അമ്മ മാലയൊക്കെ പണയം വെച്ച് തന്നിട്ടുണ്ട്. മാലയും എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല, അതൊക്കെ പോയാലും. അതൊക്കെ നമ്മള് ജോലി ചെയ്ത് നമുക്ക് പ്രായമുണ്ട്, ആരോഗ്യമുണ്ട്, സമയമുണ്ടല്ലോ, നമുക്ക് ഇനിയും സമയമുണ്ട്. നമുക്ക് അതിനൊക്കെ ദൈവം അവസരം തരുകയും ചെയ്യും. നമുക്ക് വേണ്ടത് മനസ്സാണ്. നമ്മൾ എന്തായാലും നമ്മൾ അധ്വാനിക്കും. എന്ത് ജോലിയാണെങ്കിലും നമ്മൾ ചെയ്ത് അവരുടെ കടം വീട്ടും.
അതൊക്കെയാണ് നമുക്ക് വലുത്. കാരണം വിനോദിനെ കുറിച്ച് ഒരു പരാതിയും ഒന്നും പറയാനില്ല, ഒരു സ്നേഹക്കുറവ് ഒന്നും ഈ കുട്ടിക്കില്ല. ഉത്തരവാദിത്തമായിട്ടുള്ള ഒരാളാവണം, എന്നെയും കുഞ്ഞിനെയും നോക്കുന്ന നല്ല ഉത്തരവാദിത്തമുള്ള ഒരാളാവണമെന്ന് മാത്രമേ ഉള്ളൂ. വിനോദിന് എന്താ പറയാനുള്ളത്? ഈ കുട്ടിയുടെ എന്ത് പ്രതീക്ഷിക്കുന്നു? ഇയാളെന്ന് പ്രതീക്ഷിക്കുന്നത് എന്റെ വീട്ടിൽ വന്ന് നിൽക്കണം. അല്ല, വിനോദ് എന്തേ പോയത് ഇവിടെ നിന്ന്? ഇപ്പൊ അവരൊരുമിച്ച് താമസിക്കുമായിരുന്നല്ലോ, മോളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, ഇവിടെ വീട്ടിൽ താമസിക്കുമായിരുന്നല്ലോ. എന്തേ പോയത്? 10 മാസം മുമ്പ് പോയിന്നിപ്പോ ഇവര് പറയണത്. 10 മാസം എത്ര മാസായി? ഒരു 4-5 മാസം ആവേ ഉള്ളൂ അവിടെ നിന്ന് പോയിട്ട്. 10 മാസം മുമ്പ്. ശരി, എത്രയെങ്കിലും ആവട്ടെ, എന്തേ പോയത്? എന്താണ് പോകുന്നത്? ഇയാളെ അമ്മ തന്നെ ചില സമയം ഇയാളെ അമ്മ വീട്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ തീരെ അവിടെ നിന്ന് മാറിയത്. കാരണം ഇയാളെ അമ്മ അവിടെ നിൽക്കുമ്പോൾ ഓരോ കാര്യം ചെറിയ ചെറിയ കാര്യമായിരിക്കും പറഞ്ഞ് അത് വീട്ടിൽ വന്ന് പണിയും കഴിഞ്ഞ് വന്ന് കയറുമ്പോഴും ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞ് എന്നെ എന്തോ എനിക്കൊരു വിഷമം അത് തോന്നും. കാരണം ഇയാളുമായിട്ട് വഴക്കുണ്ടോ? ഞാനായിട്ട് രൂപേണയും വഴക്കുണ്ടായിട്ടില്ല. കാരണം ഇയാളുടെ തന്നെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയും, ഓരോ കാര്യങ്ങൾ ശരിയുള്ളതുകൊണ്ട് തെറ്റില്ല അല്ലതുകൊണ്ട്. അപ്പോഴോരോന്നിരുന്ന് പറയാം. അപ്പോഴെനിക്കത് കേട്ട് ഒരുപാട് നാളിങ്ങനെ പറഞ്ഞായിരുന്നു, ഒരുപാട് തവണ പറഞ്ഞായിരുന്നു. ജാതിയെ പറ്റി അവരെ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ആയിട്ട് പറഞ്ഞതല്ല. പറഞ്ഞെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് മൊത്തം ഈ പറഞ്ഞ ഇയാളുടെ പറഞ്ഞത്. കണ്ട മാരാർമാരെ വീട്ടിൽ നീ വിളിച്ച് കയറ്റി എന്തിനും. അത് കണ്ട നായന്മാരെ എന്ന് പറഞ്ഞാൽ എനിക്കത് പെട്ടെന്ന്, കാരണം ഞാൻ അവരെ ഒരു അമ്മേരെ സ്ഥാനത്താണ് കാണുന്നത്. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞ, ഇങ്ങനെ പറഞ്ഞ അതെന്തെന്നറിയാമോ? പിന്നെ മാത്രമല്ല, മാരായിരുന്നു പറഞ്ഞാൽ നിങ്ങളുടെ ചേട്ടന് കല്യാണം കഴിച്ച് തന്നതല്ലേ, ഇഷ്ടത്തോടെ. ഇതെന്തെന്നറിയാവോ? ഇത് ഈ ഒരുപാട് ജീവിതത്തിൽ ദുരിതങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ ഒരു പ്രായവും കഴിഞ്ഞു, മക്കൾ, ഒരു കുഞ്ഞ് മരിച്ചുപോയി, ഒരെണ്ണത്തിനെ സ്ഥലത്ത് അത് താല്പര്യമില്ലാതെ തിരിച്ചു വന്നു, വീണ്ടും ഒരു ജീവിതമായി. ഇതിൻ്റെ അവസ്ഥ എന്താവും എന്നൊക്കെ ഉള്ള അവരുടെ തന്നെ ഒരു ആശങ്കയും പ്രശ്നങ്ങളും കൊണ്ട് വാക്കുകളായിട്ട് തരുന്നത്. നീ പണിക്കൊന്നും പോകാതിരിക്കുമ്പോഴല്ലേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്? ഇല്ല, പണി ചടഞ്ഞുകൂടി വീട്ടിലിരുന്ന് ടിവിയും കണ്ടിരിക്കണോണ്ടായിരിക്കില്ലേ? ആണോ? അങ്ങനെയല്ല, ഒരാഴ്ചയില് എങ്ങനെ ഒരു 3-4 ദിവസത്തെ പണി. ചില ദിവസങ്ങളിൽ ഇയാൾ 3 ദിവസം പണിക്ക് പോയിട്ട് വരുമ്പോൾ തന്നെ ഇയാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും വയ്യെന്ന് പറയാറുണ്ട്, തലവേദന. ഇയാൾക്ക് പൊതുവെ അസുഖക്കാരിയാണ്. മിക്ക ദിവസം ആശുപത്രിയിലാണ്. എൻ്റെ അമ്മയാണ് പാതി പൈസയും തരുന്നത്. എന്ത് കാര്യം വന്നിരുന്ന, എനിക്ക് എന്ത് അസുഖം വന്നിരുന്നാലും ഒരുപാട് സഹായിക്കുന്ന. ചെലവാക്കിയാതെ പറയത്തില്ല. ഇല്ല, അദ്ദേഹം ചെലവാക്കിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. മേഡം, അദ്ദേഹം ചെലവാക്കില്ല. ഫുൾ കാര്യം എൻ്റെ നോക്കാനുള്ളതാണ്. എൻ്റെ അമ്മ ഉണ്ട് എന്ന് ഒരിക്കലും ചിന്തിക്കാനുള്ളതല്ലേ. എൻ്റെ എന്ത് കാര്യം വന്നാലും ഭർത്താവ് നോക്കാനുള്ള. പിന്നെ അവര് തരുവാണെങ്കിൽ അത് വലിയ വീട്ടിൽ വരത്തില്ല, എന്റെ വീട്ടിൽ വരില്ല. കാരണം അതിനും കാരണമുണ്ട്. 500 രൂപ കൊണ്ടുവന്ന് 1000 രൂപ ചെലവാക്കിക്കളെ. എനിക്ക് അങ്ങനെ ചെലവാക്കില്ല മേഡം. എന്ന് നശിപ്പിച്ച് കളയുന്ന കാര്യം കൊണ്ടുവരുന്ന പണം നിങ്ങൾക്ക് തരാറുണ്ടോ? തരാറുണ്ട്. ഇതിന്ന് ഞാൻ എന്റെ കയ്യിലാണ് തരാറ്. അതാണ് അവിടെ പ്രശ്നം. അവർക്ക് 2 ദിവസം തരുമ്പോൾ നല്ല സ്നേഹമായിരിക്കും. 3ന്റെ എന്ന് പറയും, ഓ അത് അവക്ക് തന്നെ കൊടുത്തു, അവക്ക് തന്നെ കൊടുത്തു. അതല്ലല്ലോ, ഈ കുട്ടിയെ അങ്ങോട്ടോ പുറത്തോട്ട് വിടുവോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുക അങ്ങനെ ചെയ്ത വിനോദിന് പ്രശ്നമുണ്ടോ? ഇപ്പം ഇല്ല, കാരണം ഇടയ്ക്ക് എനിക്ക് ഇത്തിരി സ്വാർത്ഥത ഉണ്ടായിരുന്നു. അത് ഇയാള് സംശയമാണെന്ന്, ഇയാൾ അതും പ്രശ്നമായി. ഇയാൾ അമ്മ തന്നെ അത് ഇയാളെക്കാലം ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഇയാൾ അമ്മയാണ് പറഞ്ഞത്. എനിക്ക് സംശയമാണെന്ന്, സ്വാർത്ഥത ഉണ്ടായിരുന്നു. ഇയാളെ വരെ എനിക്ക് സ്വാർത്ഥത ഉണ്ട്. കാരണം വെളിയിൽ അങ്ങനെ അങ്ങനെയല്ല, പിന്നീട് അത് ദോഷം വരാത്ത രീതിയിൽ വരാതിരിക്കാൻ വേണ്ടി അയാളുടെ കാര്യം പറയുമ്പോൾ അയാൾക്ക് സംശയമായിട്ട് തോന്നും. അല്ലാതെ സംശയം എന്ന് പറയാം, അയ്യോ അങ്ങനെയാണ് ഇങ്ങനെ സംശയമില്ല. പിന്നീട് എന്തെങ്കിലും അത് ഫാൾട്ട് വരാതിരിക്കാൻ വേണ്ടി അയാളുടെ കാര്യം പറയുമ്പോൾ അയാൾ ചിന്തിക്കണത് എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുള്ളത് ചിന്തിച്ചെടുക്കും. സംശയം ഉണ്ടാവാൻ അങ്ങനെ അല്ല കുട്ടി. ഈ 4-5 മാസം നിങ്ങൾ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, അതിന് സംശയമല്ല. ഒരാൾക്കൊരു പൊസസീവ്നെസ് എന്ന് പറയുന്നത് അത് കൂടുതലുള്ളതിൻ്റെ പേര് വരുന്നതാണ്, നമുക്ക് സംശയമായിട്ട് തോന്നും. എന്നിരുന്നാലും പ്രായമുള്ളവരുടെ എൻ്റെ മുഖത്ത് നോക്കി പറയാനില്ല. പലരും അവർ തമ്മിൽ എന്താണ്, അല്ലെങ്കിൽ അവരെ വിളിക്കുന്നു, അവരുടെ കൂടുതൽ സംസാരിക്കുന്നത് എന്താണ്. ചിലപ്പോൾ ഒരു പ്രായമുള്ള എവിടെ പോകുന്നു അല്ലെ, പലരും പറയുന്നത് കേൾക്കും, പല ആളുകളും പറയുന്നത് അങ്ങ് കേട്ടോളൂ. എന്നിട്ട് അത് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ സംസാരിച്ചില്ല, കേട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെയാണല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അയാളുടെ. പറയുമ്പോ തന്നെ എന്റെ മനസ്സിൽ എനിക്കിപ്പല്ല ഉണ്ടായിരുന്നു, സ്വാർത്ഥത ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ഞാനും ഒന്നും പോകുന്നില്ല. 2.5 വർഷത്തിൽ കൂടുതലായി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയിട്ട്. എനിക്ക് മാനസികമായി എനിക്ക് പ്രശ്നമുണ്ട്. കാരണം ഞാൻ ആരോടും മിണ്ടാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ആരോടും മിണ്ടത്തില്ല. അമ്മ ജോലിക്ക് പോകണ്ടോ? അമ്മ അവിടെ ഒരു അമ്പലത്തിൽ, അച്ഛനും അമ്മയും അവിടെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ. അതെ, അപ്പൊ അവര് തരുന്നത് കൊണ്ടാണ് കഴിയുന്നത്. പക്ഷെ പണിക്ക് പോകണ്ടേ വിനോദ്? ഇതൊക്കെ ചെറുപ്പമല്ലേ, ഇയാൾക്ക് എന്ത് പ്രായമുണ്ട്?
സുന്ദരമായിട്ട് ജോലിക്ക് പൊയ്ക്കൂടെ? അമ്മ പറയാറില്ലേ നീ എന്താടാ ഇവിടെ ഇങ്ങനെ വെറുതെ അമ്മ അച്ഛനും പറയാം. അപ്പൊ എന്തും പോവാത്തെ? അയാൾക്ക് പിന്നെ മാനസികമായിട്ട് ഇപ്പൊ ഈ കുട്ടി അവിടെ നീ താമസിക്കുന്നു, ഞാനിവിടെ താമസിക്കുന്നു, അത്രേ ഉള്ളൂ. അതവര് അതിന്റെ ഇടയിൽ വെളിയിൽ ഇറങ്ങുമ്പോ സമൂഹം തന്നെ എന്തെങ്കിലും ചോദിക്കും എന്താണ് അവിടെ വിട്ടിട്ട് വന്നതെന്നൊക്കെ ചോദിക്കും എന്നുള്ളതാണ്. അത്യാവശ്യം വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്തു തരൂലേ? ഒരു ഭാര്യയുടെ കടമകളൊക്കെ നിർവഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ വീട്ടില് എന്താ ഇല്ലാത്തത് പറയും കേക്കട്ടെ. അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മടിയാണ്. കാരണം അമ്മ ഉള്ളതുകൊണ്ട് അമ്മ എല്ലാം ചെയ്യും. അല്ല അത് പിന്നെ അതിപ്പോ അമ്മ ഉള്ളപ്പോ പിന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. രണ്ടുപേരോട് ഒരേ സാധനം ചെയ്യാൻ പറ്റുമോ? അല്ലാത്ത കാര്യം ചോദിക്കാം. തനി താമസിച്ചില്ലേ? തനിച്ച് താമസിച്ചപ്പം എങ്ങനെയാണ്? ഇല്ല, കുഴപ്പമില്ലായിരുന്നു. എന്റെ ഭാഗമൊക്കെ ക്ലിയർ ആയിരുന്നു. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ നല്ലോണം ഉണ്ട്, കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ അറിയുന്നുണ്ട് ഇല്ലേ? ഇതൊക്കെ തന്നെ. നിങ്ങളുടെ അയൽവാസികളുടെ 1-2 ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്, അഭിപ്രായങ്ങളൊന്ന് കേൾക്കാം. എൻ്റെ സുഹൃത്താണ് വിനോദ്. പുള്ളിക്കാരൻ ഡെയിലി പണിക്ക് പോകാറുണ്ട്, കുടുംബമൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അറിവിൽ പുള്ളിക്കാരന് യാതൊരു വിഷയവും ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുമില്ല. അപ്പോൾ നല്ല വൃത്തിയെ ജോലിക്കും മറ്റു കാര്യങ്ങളും ചെയ്ത് പോകുന്നത് ഞാനിവിടെ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ മൊത്തം ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഒരുമിച്ചിരിക്കുന്നതും വലിയ പ്രോബ്ലം എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. കുഞ്ഞിനെ കാണാൻ വേണ്ടി വിനോദ് അവളുടെ വീട്ടിൽ ചെല്ലുമ്പം കാണാൻ സമ്മതിക്കുന്നില്ല. നഴ്സറി ചെന്നാണ് കണ്ടിട്ട് കാണുന്നത് എന്ന് പറയുന്ന. കുഞ്ഞിനെ കാണാൻ ചെല്ലുമെങ്കിൽ അവൾ മരിച്ചു കളയുമെന്ന് പറയുന്നു. സൂര്യയ്ക്ക് വിനോദിൻ്റെ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ല. അത് ഈ സ്ഥലം അവളുടെ പേരിൽ എഴുതി കൊടുത്താലേ താമസിക്കുള്ളൂ കാരണം പറയുന്നത്. ആർക്കും മോശം അഭിപ്രായം ഇല്ല അതിനെക്കുറിച്ച്. കുറച്ചെന്താന്ന് പറയുന്നത് നമ്മുടെ പിള്ളേരുടെ സ്വഭാവമായി ഇപ്പോൾ ഒരു ഗൗരവം പോരാ, അതാണ് പ്രശ്നം. ഇപ്പൊ ഈ കുട്ടിയെ കാണാനായിട്ട് അവിടെ ചെല്ലുമ്പോ പിന്നെ നഴ്സറിയിലാ പോയി കാണുന്നേ? നഴ്സറിയിൽ അവളെ ഇപ്പൊ ആക്കാറില്ല, അവൾക്ക് വയ്യാതായി. ഒരു തവണ ഞാൻ രാത്രി വിളിച്ചായിരുന്നു, ഞാൻ കൊച്ചിനെ കാണാൻ രാവിലെ വരുമെന്ന് പറഞ്ഞ റോഡിൽ വന്ന് കണ്ടിട്ട് പോയിക്കണം. വീട്ടിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ കയറി എന്തെങ്കിലും ചെയ്യും പറഞ്ഞായിരുന്നു. ഫോണിൽ വിളിച്ചു ഞാൻ പറഞ്ഞായിരുന്നു, ഇതുവരെയും വന്നിരുന്നില്ല മാഡം, ഒരിക്കൽ പോലും വന്നില്ല. കുഴപ്പം ഇയാള് വന്നു കഴിഞ്ഞാൽ ഇയാളെ ഭയങ്കര സംസാരമാണ്. പിന്നെ ആ വീട് 4 ചുറ്റും വീടുകളാണ്, ഇഷ്ടംപോലെ വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഇയാൾ ആ വീട് മൊത്തം കേൾക്കാൻ വേണ്ടി കിടന്ന് നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ തീരണം, ആ റൂമിൽ തീരണം പ്രശ്നം. അതാണ് എൻ്റെ അഭിപ്രായം. ഇയാൾ ആ വീട് മൊത്തം അവിടെ ആ ഏരിയ മൊത്തം അറിയിക്കും, അത്രയ്ക്ക് ബഹളം വെച്ച് ഉണ്ടാകും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും അങ്ങ് സംസാരിച്ച് എന്തെങ്കിലും ചെറിയ കാര്യമായാലും എന്തെങ്കിലും എന്നും കാണും പ്രശ്നം. ഇപ്പം കുറേ നാളുകൊണ്ട് പണിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ പിന്നെ ഇയാളെ വിട്ട് മെന്റൽ ആക്കണ്ടെന്ന് വെച്ചാണ് ഞാൻ കുറെ നാൾ പോവാത്തത്. അല്ല, കുറച്ചു ദിവസം വന്നില്ല എന്ന് വെച്ചിട്ട് അച്ഛൻ വരുമ്പോ കാണാതിരിക്കാൻ പറ്റും? അങ്ങനെയല്ല മാഡം, ഞാൻ വന്നില്ല അവളെ കാര്യങ്ങൾ കാരണം ആശുപത്രിയിൽ വയ്യാതെ കിടന്നിട്ട് നിങ്ങൾ കയറി തൂങ്ങി, നിങ്ങൾ കുരുടം കഴിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ. രാത്രി കാരണം ജോലിക്ക് പോയി ഞാനും എൻ്റെ കൊച്ചു എങ്ങനെ കഴിയും, ആരുടെ കഴിയും, എന്ത് കഴിയും? അവക്ക് ആ സ്ത്രീ പോയി വേല ചെയ്ത് വല്ല വീടുകളിലും ചെന്ന് പാത്രം കഴിവാണ് എന്നെ നോക്കണം. ഈ പ്രായത്തിൽ അവർക്ക് എന്നെ നോക്കാനുള്ള ഗതികേട്. കുട്ടി ഞാൻ പറയട്ടെ, എന്തൊക്കെ തന്നെയാണെന്ന് പറഞ്ഞാലും ഈ നമ്മുടെ അമ്മ നമ്മളെ നോക്കണം, നമ്മളെ നോക്കുന്നു, നമുക്ക് ചിലവിനും എല്ലാം ശരിയാണ്. പക്ഷേ ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കാര്യത്തിൽ ഈ വലിയ ബന്ധുക്കളെന്ന് പറയുന്നവരുടെ ഇടപെടലും സംസാരവും വലിയ കുഴപ്പമാണ്. വെച്ചേ അത്യാവശ്യം നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, ഇത് നല്ലത് ഉപദേശിക്കുകയാണെന്നും പറഞ്ഞ് നിരന്തരം പെറ്റമ്മയാണെന്ന് പറഞ്ഞാലും ഞാൻ ഇറങ്ങി പോകുന്നെന്നും പറഞ്ഞ് ഒപ്പവും. നിങ്ങൾ തങ്ങളിലുള്ള പ്രശ്നം നിങ്ങൾ തങ്ങളിൽ തീർത്തു, സംസാരിച്ചു. അത് നമ്മുടെ 4 ചുമരുകൾ മാത്രമേ അറിയാവൂ എന്ന് വിചാരിച്ച് നിന്നാൽ അങ്ങോട്ടും വഴക്കൂടി കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറി, അല്ലെ 2 ദിവസം പിണങ്ങി നിന്നു, കുഴപ്പമില്ല. ഇതിനകത്ത് മൂന്നാമതൊരാൾ വന്ന് ഇടപെടുമ്പം അവരുടെ അമ്മ പെരുമാറുന്ന പല കാര്യങ്ങളും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണല്ലോ ഇയാൾക്ക് അവിടെ നിൽക്കാൻ വയ്യാത്ത. അവരുടെ അമ്മയുടെ അവിടെ ആണോ? അത് തന്നെയല്ലേ അയാളുടെയും വികാരം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾക്ക് രണ്ടുപേരും ഞാനും കൂടി എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്ത് നമുക്ക് ജീവിക്കാം. അത് തന്നെ. പക്ഷേ എന്താ പറ്റുന്നറിയാവോ, ഈ സാമ്പത്തികം ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ അവിടെ നിൽക്കണം, നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു വീടാണ്. സുഖമില്ലാത്ത ആളാണ് അച്ഛൻ. അച്ഛനെ നോക്കണമെന്ന് എനിക്ക്, പക്ഷെ അവരമ്മ അത്രമാത്രം അനുഭവിച്ചുകൊണ്ട് എനിക്ക് വയ്യ. ചിലപ്പോൾ ഇയാള് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വരുമ്പോൾ അമ്മയാണ് എല്ലാം ചെയ്യാറ്. അപ്പോൾ ഇയാള് നേരെ വരാൻ വേണ്ടി അവരെന്തെങ്കിലും പറയും. കാരണം വീട്ടിലെ അമ്മ പറയും അങ്ങനെ ഇങ്ങനെ ചെയ്ത് എന്തിനാ അങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ അയാൾക്കത് വിഷമമാവും. കാരണം അത് കാര്യം പറയണത് പിന്നീട് നേരെ വേണ്ടിയാണ് അമ്മ പറയണത്. എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അമ്മ ഇത്ര പ്രായമായി, നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അവരെ മാറ്റിയെടുക്കാൻ? അവർക്ക് അറിയാലോ ഇത്ര നമ്മൾ സമ്പാദിച്ചു കൊണ്ടുവരുന്നതിന്. അപ്പം ഇങ്ങനെ നശിപ്പിച്ച് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, അവര് ഇങ്ങനെ കിടന്ന് നശിപ്പിച്ച് കളയുന്നത് എനിക്ക് സഹിക്കുന്നില്ല. സൂര്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ശരിയാണ്, അതുകൊണ്ടാണ് നീ അവിടെ നിന്ന് മാറിപ്പോയത്. നല്ല കാര്യം. കാരണം കൊണ്ടുവരുന്നത് എനിക്ക് ഞാൻ പറയട്ടെ, ഇപ്പൊ എന്താ സംഭവിച്ചത്?
ഇപ്പോഴും സമ്പാദിച്ചു കൊണ്ടുവരുന്നത് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്റെ അമ്മ എന്നെയും നോക്കി ഇപ്പൊ എന്റെ ചേട്ടൻ എനിക്ക് തരുന്നില്ല. തരുന്നില്ലല്ലോ. തരുന്നില്ല. വീട്ടിലിരുന്നപ്പോ തരുമായിരുന്നോ? അവിടെ തരുമായിരുന്നു. അല്ല, എന്റെ വീട്ടിലായിരുന്നപ്പോഴും തരുമായിരുന്നു. ജോലിക്ക് പോകുമ്പോ കൊണ്ട് തരും. ഈ ജോലിക്ക് പോകുമ്പോ കൊണ്ട് ഇപ്പൊ അമ്മ തരേണ്ട കാര്യം എന്തുകൊണ്ടാണ്? നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അമ്മയുടെ വീട്ടിൽ താമസിച്ചത് കൊണ്ടല്ലേ അമ്മ എല്ലാ കാര്യത്തിനും ആ അമ്മയുടെ കാശ് കൊണ്ട് തരുന്നത്. ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കുകയായിരുന്നെങ്കിൽ ഭർത്താവിന്റെ ഉത്തരവാദിത്വം ആവുമല്ലോ അത് കൊണ്ട് തരേണ്ടത്. അവിടെ താമസിച്ചിട്ട് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഇനി എല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. എന്ത് നഷ്ടം? കാരണം എന്റെ കൊച്ചിന്റെ എന്തെങ്കിലും പറയും ഞാൻ മെത്ത വാങ്ങിച്ചതാണ്. ഈ 2000 രൂപ കൊടുത്ത് ഒരു കട്ടിലും മെത്ത അവർക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതൊന്നും വാങ്ങിച്ചൂടെ? കൊച്ചിന്റെ ഇതെല്ലാം എടുത്ത് വാങ്ങിക്കുന്നു. കൊച്ചിന് നൂലുകെട്ടിന് ചെറിയ മോതിരം ചെറിയ കമ്മൽ കുറച്ച് കിട്ടിയായിരുന്നു. ചെറിയ അത് എന്തായാലും ഒരു 3 വയസ്സ് കഴിഞ്ഞാൽ അത് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനെ ഞാൻ എന്ത് ചെയ്ത്, ഇയാളെ വീട്ടിലൊരു ഇൻസ്റ്റാൾമെന്റ് ആരും വന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചെറിയ സാധനം ഉണ്ടെങ്കിൽ മേടിച്ച് ഇടണം, നമുക്കത് ആഴ്ചയോറും കൊടുക്കാം. അങ്ങനെ ഇയാൾ ഒരു മെത്ത മേടിച്ചായിരുന്നു. അതിന് 3000 രൂപ 1500 രൂപ വിലയുണ്ട്. അപ്പോൾ അത് ഇന്ന് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റാൾമെൻ്റായിട്ട് വന്ന് മേടിച്ചിടണമെന്നാണ്. അയാൾക്ക് നാളെ തന്നെ പൈസ കൊടുക്കണം, റെഡി പൈസ. അങ്ങനെ അയാൾ ഞാൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഇയാൾ മേടിച്ച് വീട്ടിയിട്ടായി. നാളെ പൈസ കൊടുക്കണം 3500 രൂപ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ കൊച്ചിൻ്റെ ആ കിട്ടിയതിനെ കൊണ്ട് ഞാൻ ഓടിച്ചെന്ന്, കാരണം ആളെ വരാന്ന് പറഞ്ഞിട്ട് നാണം കൊടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ നാണക്കേടല്ലേ, അതുകൊണ്ട് കൊണ്ട് അതിനെ വിറ്റ് ആ പൈസ കൊടുത്തു. അതാ ഇപ്പം അയാൾ പറഞ്ഞു. നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, പൈസ, സ്വർണം, ഈ ചെലവ് കാര്യങ്ങൾ, ഇത് മാത്രം സംസാരിക്കുമ്പം ജീവിതം യാന്ത്രികമായി പോകും. അതിനൊക്കെ അപ്പുറത്താണ് സ്നേഹം എന്ന് പറഞ്ഞ സംഗതി. മനസ്സിലായില്ലേ? ഒന്നാമത് ഇയാൾക്ക് ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയാണ്. മനസ്സിലായോ? ഈ സ്നേഹിച്ച് കഴിയുമ്പോൾ ചിലപ്പം പണയം വയ്ക്കും, ചിലത് വിറ്റന്നിരിക്കും. ഒക്കെ അതിൻ്റെ ഒക്കെ കടന്നാണ് സ്നേഹം. നിങ്ങളെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ ദുശീലങ്ങളുണ്ട്, നിങ്ങൾ ദേഹോപദ്രവം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിന് തീർച്ചയായിട്ടും ഒരു എടുക്കണം, ഒരു നടപടി എടുക്കണം, അല്ലെങ്കിൽ ഒരു പരിഹാരം. ഇത് അങ്ങനൊന്നുമല്ല. അയാൾ നിങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ചേട്ടൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഒരു പെണ്ണിനെ പോയി ആ പെണ്ണിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അവളൊരു നല്ല കുട്ടിയാണെന്ന് ആഗ്രഹിച്ച് വന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നൊരു മനുഷ്യനാണ്, അല്ലേ? അപ്പം എന്നും അയാളുടെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഒരു ഭാഗം മാത്രം വെച്ച് സംസാരിക്കുകയില്ല. നഷ്ടം എന്ന് പറയുന്ന ജീവിതം കുട്ടിക്കായിരിക്കും. അമ്മ ആ പ്രായത്തില് അച്ഛൻ മരിച്ച് 2 പെൺമക്കളുമായി പ്രായമായ പെൺകുട്ടികളുള്ള അമ്മ എന്തിന് വിവാഹം കഴിച്ച് ആ മനുഷ്യന്റെ വീട്ടിൽ പോയി താമസിച്ചു? എന്റെ പെൺകൊച്ചുകളെ നോക്കി ഞാൻ ഇവിടെ നിൽക്കും, ഇയാൾ ഇവിടെ വന്ന് താമസിക്കുക എന്നല്ലല്ലോ പറഞ്ഞത്. നിങ്ങളെ പ്രായമായ നിങ്ങളെ വയസ്സായ അമ്മയെ ഏൽപ്പിച്ചിട്ട് അവരവരുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി. അതാണ് കടമ എന്ന് പറയുന്നത്, അതാണ് ധർമ്മം. അങ്ങനെ ഉള്ളൂ, നമ്മുടെ നാട്ടു നടപ്പ് അങ്ങനെ ഉള്ളൂ. അവിടെ അയാൾ നമ്മളെ ഉപദ്രവിക്കുന്നു, നമ്മുടെ ജീവന് സുരക്ഷയില്ല, അല്ലെ? പിന്നെ മറ്റുള്ള ആൾക്കാർ അയാളുടെ കൂട്ടുകാരെന്നും പറഞ്ഞ് വരുന്നു, വീട്ടിൽ മദ്യപാനം ബഹളമായിരിക്കുന്നു, എനിക്ക് സേഫ്റ്റി അല്ല വീട്ടിലെന്നും പറഞ്ഞൊരു പെണ്ണെൻ്റെ വീട്ടിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇതല്ല. പ്രായമായ ഒരമ്മ, ആ സ്ത്രീ വന്നിട്ട് അച്ഛൻ പിന്നെ മുൻപേ അസുഖമുള്ള ആളാണ്, അച്ഛൻ ജന്മന സംസാരിക്കില്ല, അങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെ താമസിക്കുന്ന സ്ത്രീയാണ്. എന്നാ ആലോചിച്ചു ആ സ്ത്രീയുടെ ത്യാഗം. അന്നേ പൊന്നെ ഓമനെ എന്നൊന്നും വിളിക്കാൻ കഴിവില്ലാത്തൊരു മനുഷ്യന്റെ കൂടെയാണ് ആ സ്ത്രീ താമസിക്കുന്നത് ഇത്രയും വർഷങ്ങളായിട്ട്. അയാളെ ശുശ്രൂഷിച്ചിരിക്കുന്നു. ആ സ്ത്രീയുടെ ഉള്ളിനകത്ത് വലിയൊരു നന്മയുള്ളൊരു മനസ്സുണ്ട്. കുട്ടിക്ക് അതിനുള്ള പ്രായമില്ല, എങ്കിലും അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് പറയാ, ചിന്തിക്കുക ആ സ്ത്രീ എങ്ങനെയുള്ളൊരു ജീവിതമാണ് ജീവിച്ചത്. അയാളെ ശുശ്രൂഷിച്ച് 2 മക്കളായ കാര്യം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും അവരുടെ സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളത് നമ്മളൊരു വാശിയായിട്ട് എടുക്കണം. പിന്നെ നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടാണത്, നിങ്ങളുടെ കുഞ്ഞിന് അവകാശപ്പെട്ട വീടാത്. അവിടെ നിങ്ങൾ അയാളുടെ കൂടെ താമസിക്കുക, അയാളെ പറഞ്ഞ് തിരിച്ച് നേരെയാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. അത് സൂര്യക്ക് പറ്റും. ജീവിതം സാക്ഷി എന്ന ഈ ലോക അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034.